ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രത്തിലെ അളവുകളും യൂണിറ്റുകളും എന്ന പാഠഭാഗമാണ്. പഠിക്കുന്ന LP, UP, KTET എന്നിവ ട്രൈ ചെയ്യുന്ന കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രം എടുക്കുന്ന പാഠഭാഗമാണ്. ദൈനംദിന ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. ഇത്തരം അളവുകളെയാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. അതിനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു 6 ജീവിത സന്ദർഭങ്ങൾ തന്നിരിക്കുന്ന ഒരാൾ കുഴിയുടെ ആഴം അളക്കുന്നു, പച്ചക്കറി തൂക്കി നോക്കുന്നു, തയ്യൽക്കാരൻ ഷർട്ടിൻ്റെ അളവ് എടുക്കുന്നു, സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് ഒരു കുട്ടി ഓടുന്ന ചിത്രമുണ്ട്, പ്രഷർ അളക്കുന്നുണ്ട്, താപനില അളക്കുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം ഭൗതിക അളവാണ് നോക്കുന്നത്. ഒന്ന് കുഴിയുടെ ആഴം അളക്കുന്നത് നീളമായിട്ടും, പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നത് മാസായിട്ടും, തയ്യൽക്കാരൻ അളവെടുക്കുന്നത് നീളം, ഓട്ടമത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നത് സമയമായിട്ടും, രക്തസമ്മർദ്ദം അളക്കുന്നത് പ്രഷർ, ശരീരത്തിൻ്റെ ചൂടളക്കുന്നു താപനില. ഇത്രയും ഭൗതിക അളവാണ് ഇവിടെ നോക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്നത് എല്ലാ ഭൗതിക അളവുകളും നേരിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയുമോ, കഴിയാത്തവയെ മറ്റ് അളവുകളുമായി ബന്ധപ്പെടുത്താൻ എഴുതാനാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പ്രധാന അളവുകളും വ്യുൽപ്പന്ന അളവുകളുമാണ്. അടുത്തതായിട്ട് ചാപ്റ്ററിൽ പറയുന്നത്, ഇവിടെ പറയുന്നത് ഭൗതിക അളവുകൾ അനവധിയുണ്ട്. ഇവയിൽ നീളം, മാസ്, സമയം, പദാർത്ഥത്തിൻ്റെ അളവ്, താപനില, വൈദ്യുത പ്രവാഹ തീവ്രത, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്നറിയപ്പെടുന്നു. ഈ അടിസ്ഥാന അളവുകൾ എന്ന ഭാഗത്ത് ഒരു PSCയുടെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടിസ്ഥാന അളവുകളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് പ്രകാശ തീവ്രത, പദാർത്ഥത്തിൻ്റെ അളവ്, താപനില, വ്യാപ്തം എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇല്ലെങ്കിൽ അടിസ്ഥാന അളവുകളിൽ പെടുന്നത് ഏത് എന്ന് ചോദിച്ചിട്ട് വ്യാപ്തം, പരപ്പളവ്, ദൂരം, സമയം, ഇതിൽ പെടുന്നതും പെടാത്തതും ചോദിച്ചിട്ട് അടിസ്ഥാന അളവുകൾ എന്ന ക്വസ്റ്റ്യൻ അവർക്ക് തരാം. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഇവിടെയും നമുക്ക് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? A ശരി, B തെറ്റ്, C പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്നതുമായ, ഈ കഴിയാത്തതുമായ എന്നുള്ളത് കഴിയുന്നതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. D ഇവയൊന്നുമല്ല. അവിടെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും, നമുക്ക് മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് തോന്നും ചെയ്യും. ശരിയാണോ തെറ്റാണോ, പെട്ടെന്ന് കഴിയുന്നതുമായ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുമില്ല, പെട്ടെന്ന് നമ്മൾ മാർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. പിന്നെ അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അതായത് പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റ് അളവുകളെയാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. പിന്നീട് പറയുന്നത് ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് 14.2 kg എന്നാണ്. ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും കിലോഗ്രാം എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഭൗതിക അളവുകളുടെ സംഖ്യാമൂല്യം യൂണിറ്റ് എഴുതി നോക്കാൻ ഒരു പട്ടിക താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു ചിത്രം വെച്ചിട്ട് ഒരു പട്ടിക എഴുതാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നാമത്തത് താപനില അളക്കുകയാണ്. രണ്ടാമത് 37.8 യൂണിറ്റ് സെൽഷ്യസ്. അപ്പോൾ രേഖപ്പെടുത്തുന്ന രീതി 37.8 ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തത് ഒരു കുട്ടിയുടെ ഹൈറ്റ് അളക്കുകയാണ്. മൂന്നാമത്തത് മാസ് അളക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഭൗതിക അളവ് കുട്ടിയുടെ ഉയരമാണ് അളക്കുന്നത്. ഉയരം, സംഖ്യാമൂല്യം 165 യൂണിറ്റ് സെൽഷ്യസ്, 165 സെൻറ്റിമീറ്റർ വരും. യൂണിറ്റ് സെൻറ്റിമീറ്റർ.
മൂന്നാമത്തേത് ഇവിടെ പറയുന്നത് മാസാണ്. മാസ് സംഖ്യാമൂല്യം 1 അവർ തന്നത്. പിന്നെ യൂണിറ്റ് കിലോഗ്രാമാണ് 1 kg. പിന്നെ പറയുന്നത് ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം. ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം എന്ന് പറയുന്നു. പിന്നീട് ഇവിടെ പറയുന്നത് ഭൗതിക അളവുകളുടെ യൂണിറ്റാണ് പറയുന്നത്. ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു തോതാണ് യൂണിറ്റ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു അടി, ഒരു മുഴം, ഒരു ചാൺ എന്നൊക്കെയുള്ള അളവുകൾ ഉപയോഗിച്ചിരുന്നു. അത് മറ്റു രാജ്യങ്ങളിൽ പലതരം യൂണിറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ കാരണം അതായത് ഇതിൻ്റെ കൃത്യത കുറവും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ടും ഇപ്പോൾ എല്ലായിടത്തും നീളത്തിന് മീറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ എഴുത്താണ് SI യൂണിറ്റുകൾ. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെയാണ് ലഭിക്കുന്നത്. പിന്നീട് പറയുന്നത് ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ PSC ഇടുന്നത് നമുക്കറിയില്ല. പിന്നീട് പറയുന്നത് നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകളാണ്. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആകുന്നതിൻ്റെ പ്രതീകമാണ് സ്മോൾ ലെറ്റർ M. നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ. ഇതിൽ നീളത്തിൻ്റെ ചെറിയ യൂണിറ്റായ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, വലിയ യൂണിറ്റ് കിലോമീറ്റർ. പിന്നീട് ഇവിടെ പറയുന്നത് 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ. പിന്നീട് ഇവിടെ പറയുന്നത് 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവർ. 30 മൈക്രോൺ താഴെ. ഇത് നീളത്തിൻ്റെ ചെറിയ യൂണിറ്റാണ്. അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം മൈക്രോമീറ്റർ. 10 ലക്ഷം മൈക്രോമീറ്ററാണ് 1 മീറ്റർ. വെറുതെ നോക്കി വെക്കുക. ഇവിടെ ചെറിയൊരു കൊടുത്തിട്ടുണ്ട്. പ്രകാശവേഗം എന്ന വാക്ക് വളരെ കൂടിയ വേഗതകൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രകാശവേഗം എത്രയാണ്? പ്രകാശം ശൂന്യതയിൽ 1 സെക്കൻഡിൽ ഇത്രയും മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 1 മീറ്റർ നിങ്ങൾ വായിച്ചു നോക്കുക. ശൂന്യതയിലൂടെ 1 സെക്കൻഡിൽ ഇത്രയും മീറ്റർ സമയം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് നീളത്തിൻ്റെ SI യൂണിറ്റായി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം = ഇത്രയും മീറ്റർ. പിന്നീട് പറയുന്നത് മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. റോഡരികളിലൊരു സൈൻ ബോർഡാണ് പറയുന്നത്. തിരുവനന്തപുരം 13 കിലോമീറ്റർ അങ്ങനെ തന്നിട്ടുണ്ട്. അതായത് 1 കിലോമീറ്റർ = 1000 മീറ്റർ. 1 കിലോമീറ്റർ = 1000 മീറ്റർ. പിന്നീട് വളരെ ഈസി ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും നമുക്ക് കിട്ടും. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. അപ്പോൾ തന്നെ PSCയുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി. ദെൻ പ്രകാശവർഷം എന്താണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ദെൻ 1 സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ 4 PSCയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. PSC ഇപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ക്വസ്റ്റ്യനാക്കി കണക്ക് കൂട്ടാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. ഇത് സ്മോൾ ലെറ്റർ kg ആണ് ഇതിൻ്റെ പ്രതീകം. മാസിന് കിലോഗ്രാം കൂടാതെ മറ്റ് യൂണിറ്റുകൾ ആവശ്യമുണ്ട്. അതായത് മില്ലിഗ്രാം, ഗ്രാം എന്നിവ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. 1 ഗ്രാം = 1000 മില്ലിഗ്രാം. മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ് ക്വിൻ്റൽ, ടണ്ണ് എന്നിവ മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ്. 1 കിലോഗ്രാം 10 ലക്ഷം മില്ലിഗ്രാം. 1 കിലോഗ്രാം 1000 ഗ്രാമാണ്. 1 ക്വിൻ്റൽ 100 കിലോഗ്രാം. 1 ടൺ 1000 കിലോഗ്രാം. അടുത്തതായിട്ട് ഇതിൽ സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകളാണ് പറയുന്നത്. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. ഇതിൻ്റെ പ്രതീകം സ്മോൾ ലെറ്റർ S. സെക്കൻഡുമായിട്ട് യൂണിറ്റ് മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3600 സെക്കൻഡ്. അതായത് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 സെക്കൻഡ് × 60 മിനിറ്റാണ്. അപ്പം 3600
സെക്കൻഡ്. പിന്നെ ഇതിൽ പറയുന്നത് വ്യാപ്തമാണ്. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്ററാണ്. ഇതിനെ സ്മോൾ ലെറ്റർ m³ എന്ന പ്രതീകം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. 1 ലിറ്റർ = 1000 cm³. 1 ലിറ്റർ = 1000 ml. സാന്ദ്രത യൂണിറ്റ് വ്യാപ്ത പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. അതായത് സാന്ദ്രത = മാസ് ബൈ വോളിയം, മാസ് ബൈ വ്യാപ്തം. ഇത് പറയുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ എന്താണ്? അളവുകളുടെ യൂണിറ്റാണ് അടിസ്ഥാന യൂണിറ്റുകൾ. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ പ്രതീകങ്ങളും താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. നീളം സ്മോൾ ലെറ്റർ m മീറ്റർ, മാസ് kg കിലോഗ്രാം, സമയം സ്മോൾ ലെറ്റർ s സെക്കൻഡ്, താപനില K കെൽവിൻ, വൈദ്യുത പ്രവാഹ തീവ്രത A, പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, പ്രകാശ തീവ്രത CD ക്യാൻ. അടുത്തത് പറയുന്ന SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ. അവ ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റു അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. വ്യാപ്തം, സാന്ദ്രത എന്നിവ വ്യുൽപ്പന്ന അളവുകളാണ്. ഇവയുടെ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. എന്താണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നുണ്ട്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. പിന്നീട് പറയുന്നത് യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളാണ്. യൂണിറ്റുകളോ അവയുടെ പ്രതീകങ്ങളോ എഴുതുമ്പോൾ സാർവദേശീയമായി പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? 2 ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ ശരിയായ വിധത്തിൽ രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കുക. 1.5 ലിറ്റർ ജലത്തിൻ്റെ മാസ് 1.5 kg. ജലത്തിൻ്റെ സാന്ദ്രത പഠിച്ചു വെക്കണം. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³. യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതരുത്. യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഏതെങ്കിലും വ്യക്തികളുടെ പേര് അല്ലെങ്കിൽ ബലം, ഭൗതിക അളവ് ബലം ഒക്കെ ആണെങ്കിൽ ന്യൂട്ടൺ, N എന്ന ക്യാപിറ്റൽ അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇവിടെ പറയുന്നത് നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്, ടേപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയും. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.1 cm ആണെന്ന് പറയും. പിന്നീട് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക, മറ്റുള്ളവയുടെ പൊതു സവിശേഷതകൾ എഴുതുക. ഇവിടെ പറയുന്നത് കിലോഗ്രാം, മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ്, മോള്. ഇതിൽ പെടാത്തത് കിലോമീറ്റർ. കിലോമീറ്ററിൽ നീളത്തിൻ്റെ വലിയ യൂണിറ്റാണ് കിലോമീറ്റർ. നീളം ഒരു ഭൗതിക അളവാണ്. ഇതിൽ കിലോഗ്രാം, സെക്കൻഡ്, മോൾ എന്നിവ അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ പ്രതീകവും അടിസ്ഥാന യൂണിറ്റുകളാണ്. A സമയം, പരപ്പളവ്, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത. ഇതിൽ സമയം, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകളാണ്. പരപ്പളവ് ഒരു ഭൗതിക അളവാണ്. മൂന്നാമത്തത് A മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ അടിസ്ഥാന യൂണിറ്റുകൾ. ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നതിൻ്റെ താപനിലയുടെ യൂണിറ്റാണ്. നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ താഴെ തന്നിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക. 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. 1 മീറ്റർ 1000 മില്ലിമീറ്ററാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. ഈ താഴെ തന്നിരിക്കുന്ന അളവുകളെ വിലയിൽ വ്യത്യാസമില്ലാതെ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക. 2000 ഗ്രാമിന് 2 kg, 1 ഹവറിന് 60 × 60 3600, 1.5 കിലോമീറ്ററിന് 1500 മീറ്റർ, 200 സെൻറ്റിമീറ്ററിന് 2 മീറ്റർ. 100 മീറ്ററാണ് 1 സെൻറ്റിമീറ്റർ, 1 മീറ്റർ. അപ്പോൾ 200 സെൻറ്റിമീറ്റർ 2 മീറ്റർ. പിന്നെ പറഞ്ഞിരിക്കുന്ന മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്ന ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഫസ്റ്റ് മില്ലിഗ്രാം, ദെൻ ഗ്രാം, ദെൻ കിലോഗ്രാം, ദെൻ ക്വിൻ്റൽ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.